ഹായ് ഹലോ വെൽക്കം ബാക്ക് അശ്വിൻ ടോക്സ്. നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിലുള്ളത് നയാഗ്ര ഔട്ട്ലെറ്റ് മാളിലാണ്. ബ്ലാക്ക് ഫ്രൈഡേയുടെ പർച്ചേസും കാര്യങ്ങളായിട്ട് വന്നതാണ്. പർച്ചേസ് എന്ന് പറയുമ്പോൾ കുറേ ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലും 2-3 ഐറ്റം മെയിനായിട്ട് ഷൂ ആണ് നോക്കാൻ വന്നത്. അപ്പോൾ ഷൂ എടുക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കണം. പിന്നെ നമ്മുടെ കൂടെ അയറിൻ ഉണ്ട്, അതെ അയറി വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ട്, പിന്നെ എന്തെങ്കിലും നല്ല ഓഫറൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഈ ഔട്ട്ലെറ്റ് മാളും കാര്യങ്ങളും ബ്ലാക്ക് ഫ്രൈഡേയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കും കാണിക്കാമല്ലോ. അപ്പം നിങ്ങൾക്കും ഇത് കാണാം. അപ്പോൾ വെൽക്കം. ഇവിടെ ഇങ്ങനെ നയാഗ്ര എഴുതിയൊരു ബോർഡ് വെക്കുന്നുണ്ട്. അതെ, ഇപ്പോൾ ക്രിസ്മസിൻ്റെ തീമായ കാരണം വൈറ്റ് റെഡ് ഗ്രീനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഫുൾ വൈറ്റിൽ നിൽക്കാറ്. മഴക്കാലം വലിയ തിരക്കൊന്നും കാണാനില്ല. പോണത് അഡിഡാസിൻ്റെ ഷോറൂമിലേക്ക് കേട്ടോ. നമ്മൾ കഴിഞ്ഞ കൊല്ലം അഡിഡാസിൻ്റെ ഷൂ വാങ്ങിയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അഡിഡാസിൻ്റെ ഷൂ കഴിഞ്ഞ് ഇത്ര വലിയ ബ്രാൻഡ് ഷൂ ഒക്കെ വാങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നതിന് ശേഷം. അത് ഇട്ടിട്ടൊരു പരിവായി. പിന്നെ ജോലിക്കൊക്കെ ഇട്ട് അതിൻ്റെ കളറൊക്കെ മങ്ങി. അപ്പോൾ നേരെ അഡിഡാസിൻ്റെ ഷോറൂമിലേക്ക് പോണേ. അയറിനാണ് മുന്നേ പോണത് കേട്ടോ. നേരെ അവിടെ പോയിട്ട് അവിടെ കഴിഞ്ഞ കൊല്ലമൊക്കെ ക്യൂ നിന്നിട്ട് കയറി. കൊല്ലം വലിയ തിരക്കൊന്നും കാണാനില്ല. ഇനി മഴ പെയ്തിട്ടാണോ അതോ എന്താ സംഭവം എന്നറിയില്ല. അഡിഡാസിൻ്റെ ഇന്നാണ് ഓഫർ ഡേറ്റ് ഞാൻ കണ്ടത്. നെറ്റിൽ നോക്കിയപ്പോൾ 50% ഓഫ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ല കിടിലൻ ഷൂ കിട്ടുമെന്ന് നോക്കാം. എല്ലാത്തിനും സ്പോർട്സ് ഷൂ സെക്ഷൻ കേട്ടോ. സ്പോർട്സ് വെയറാണ്. അതെല്ലാം 50% ഓഫാണ് അഡിഡാസിൻ്റെ. അഡിഡാസിൽ നമ്മൾ കഴിഞ്ഞ വർഷം വന്ന പോലത്തുള്ള ഓഫറുണ്ട്. പക്ഷേ അത്ര നമുക്ക് പറ്റിയ കളർ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ അഡിഡാസിനോട് ഇവിടെ പറഞ്ഞിട്ട് ഇറങ്ങി. ഇനി വേറൊരു കടയിൽ കയറി നോക്കാം. കട ഇവിടെ വൈകുന്നേരം വരെ തുറന്ന് കൊടുക്കാണല്ലോ. നമുക്ക് ഇങ്ങനെ കയറി ഇറങ്ങി നോക്കിയപ്പോൾ നമ്മൾ നേരെ നൈക്കിലെത്തിയിട്ടാണ്. നമ്മൾ നൈക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇനി അവിടെ വല്ല ഓഫറുണ്ടോ നോക്കട്ടെ. അവിടെ ഓഫറൊന്നും പുറത്ത് എഴുതി ഒട്ടിച്ചിട്ടില്ല, എന്നാലും ഉള്ളിൽ കയറി നോക്കാം. അഡീഷണൽ 30% ഓഫറുള്ളത്. ഇത് നോക്കിയാൽ $170 സാധനം $84 കേട്ടോ. എങ്ങനെയുണ്ട്? ഫുൾ ബ്ലാക്ക്. എൻ്റെ ഫേവറേറ്റ് കളറ് ബ്ലാക്ക് കേട്ടോ. അതിൻ്റെ വൈറ്റ്. അങ്ങനെ ഷോപ്പിലുള്ള എല്ലാ ഷൂവും നോക്കി അവസാനം നമ്മൾ എടുത്ത ഷൂ ഇതിൽ കാണുന്നത് കേട്ടോ. ഒരു യെല്ലോ വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു നൈക്കിയുടെ ഷൂ ആണ് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഏകദേശം ലെതർ ടച്ച് ഉള്ള ഇതാണ്. അപ്പോൾ കാണാൻ നല്ല ലുക്ക് തോന്നി. അപ്പം ഞാൻ എടുത്തു. സാധാരണ ഞാൻ ഇങ്ങനത്തെ യെല്ലോ കളറൊന്നും ഉപയോഗിക്കാറില്ല. ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ഒക്കെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ എന്തായാലും 2 കാലുമ്പോൾ ഷൂ ഒക്കെ ഇട്ട് നോക്കിയപ്പോൾ സൈസ് ഓക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കിയിട്ട് അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാനായിട്ട്. നേരെ മിററിൻ്റെ അവിടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, സംഭവം കുഴപ്പമില്ല, അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതെടുത്ത് ഇനി അയറിനുള്ളൊരു ഷൂ നോക്കാനുള്ള പരിപാടിയില്ല കേട്ടോ. 69. പിള്ളേരല്ലേ നിങ്ങളുടെ തന്നെയാണ്. ഇതാ പിങ്ക് കഴിഞ്ഞുണ്ട്. ഈ പിങ്ക് കഴിഞ്ഞുണ്ട്. ഭയങ്കര പിങ്ക് ആയിരുന്നു. അതായത് ഇതോ അത് നല്ലതാ. അപ്പുറ സൈഡിലുണ്ടാവും പേരുണ്ട് അതിൻ്റെ മുകളിൽ. ഇത് പിങ്ക് എടുക്കണമെങ്കിൽ ഇതെടുത്തോ. അങ്ങനെ അയറിനും കുറേ അന്വേഷണം നടന്ന അവസാനം ഒരു ഷൂ കിട്ടിയിട്ട് അയറിന് ഇഷ്ടപ്പെട്ടൊരു ഐറ്റം കിട്ടാന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമില്ല. അത്ര എളുപ്പം കിട്ടുന്ന കാര്യമല്ല അയറിന് ഇഷ്ടപ്പെട്ടൊരു സാധനം കിട്ടാന്ന് പറഞ്ഞാൽ. എന്തോ ഭാഗ്യത്തിന് അയറിന് ഇഷ്ടപ്പെട്ടൊരു സാധനം കിട്ടി. അപ്പോൾ അത് ഇട്ട് സൈസൊക്കെ നോക്കണമെന്നാണ് കാണണം കേട്ടോ. സൈസ് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ?
ഓക്കെയാണോ? ഞാൻ പിടിക്കണോ? ഇത് ഇട്ടോളട്ടോ, നീ ഒരു വർഷം വരെ ഇടാണ്ട് എടുത്ത് വയ്ക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ നൈക്കിന്ന് നൈക്ക് എടുത്തു. ഇപ്രാവശ്യം നൈക്ക് എടുത്തു. കഴിഞ്ഞ വർഷം അഡിഡാസ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ബ്രാൻഡ് ഷൂ ഒക്കെ ഇട്ട് തുടങ്ങിയത്. ഇനി നമ്മൾ അപ്പോൾ അടുത്തൊരു പർച്ചേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങണം. അയ്യറിക്ക് എന്തെങ്കിലും വാങ്ങാം. അയ്യറി കോട്ടിടുള്ള ഒരു പരിപാടിയിലാണ്. അടിയിൽ നിന്നിട്ട് മോള് വരെ വലിച്ച് കയറ്റിയിട്ടല്ലേ ആൾക്ക് സമാധാനം വരില്ല. പിന്നെ അയ്യറിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും നോക്കാനുള്ള എന്തിനുണ്ടാ? അയറിനെ ഇങ്ങനെ വീഡിയോയിൽ നിൽക്കുന്നത് ഭയങ്കര സകാകമ്പുള്ളൊരു കാര്യമായിട്ടാ. വന്ന് കയറിയപ്പോൾ ഇവിടെ നല്ല വെളിച്ചായിരുന്നു. ഇപ്പം മൊത്തം ഇരുട്ടായി നോക്കി. അത് കാണുന്നത് ആകാശമാണ്. പുറത്ത് കാണാം, പുറലോകം കാണാൻ പറ്റില്ല. ആകാശമാണ് കാണുന്നത്. നമ്മൾ വന്ന് അയറിന് സകാകമ്പം കൂടുതലുള്ള കാരണം അയറിങ്ങനെ ക്യാമറയിലേക്ക് പെട്ടെന്നൊന്നും വരില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം. അയറിന് എന്തെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അതും കൂടെയൊക്കെ നോക്കി പർച്ചേസ് ചെയ്തിട്ട് നമ്മളിവിടുന്ന് വിട പറയും. ഏകദേശം എത്രയായി? 5:15 ആയാലോട്ടോ. അപ്പോൾ രാത്രി 8 മണി അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇപ്പോൾ വിൻ്ററായ കാരണം പെട്ടെന്ന് ഇരുട്ടാവും. ഈ ട്രീ തലകുത്തി നിർത്തിയത് പോലെ ഉണ്ട് കേട്ടോ. ഓക്കെ, സോറി ഗൈസ്, അത് ട്രീ അല്ല, മുന്തിരിക്കൊലയാണ് കേട്ടോ. മുന്തിരിക്കൊല ചെണ്ട പോലത്തെ. മഴ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു ആൾക്കാർ വളരെ കുറവാണ്. പക്ഷേ 28 തീയതി ആയിട്ട് നല്ല ആൾക്കാരായിരിക്കും, നല്ല തിരക്കായിരിക്കും ഇവിടെ. എവിടെയും ആൾക്കാരില്ല. ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഫ്രൈഡേ ഞാനിവിടെ ആദ്യമായിട്ട് കാണുന്നത്. അയ്യോ, അയറിനെന്ത്? ഓഹോ, അയറിൻ്റെ പോണു. ഫോസിലിൻ്റെ അവിടെ എത്തി അയറിനെ തിരിഞ്ഞ് നോക്കിയാൽ കാണില്ലേ. നിന്ന നിമിഷം കൊണ്ട് ആളെ കാണാനില്ല കേട്ടോ. ആള് ഫോസിലിൻ്റെ വാച്ചിൻ്റെ ഷോറൂമിലേക്കൊക്കെ പോകുന്നുണ്ട്. അയറിൻ്റെ ഒരു വാച്ച് ഞാൻ ഐഫോണിൻ്റെ അല്ല, ആപ്പിളിൻ്റെ ഗിഫ്റ്റ് കൊടുത്തിട്ട് അതിന് പൈസ കൂടുതലാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത ആളാണ്. ഫോസിലിൻ്റെ ഷോറൂമിലേക്ക് കയറണം. എന്താവും നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഫൈനലി ഫോസിലിൻ്റെ വാച്ചൊന്നും എടുത്തില്ല മക്കളെ. എല്ലാം നോക്കി കണ്ടറിഞ്ഞ് ചിരിച്ച് വിലയൊക്കെ നോക്കി പോന്നു. ആൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്. മിക്കവാറും അവർ ചോദിച്ചപ്പോൾ അവർ ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ഓഫറൊന്നും ഇട്ടിട്ടില്ല. 28 തീയതിയാണ് ബ്ലാക്ക് ഫ്രൈഡേ വരുന്നത്. ചിലപ്പോൾ 27 തീയതി ആയിട്ട് ചിലപ്പോൾ ഇടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 27 തീയതി ഒന്ന് വന്ന് നോക്കാം. അയറിൻ്റെ ആഗ്രഹം വാങ്ങാനാണെങ്കിൽ അയറും വാങ്ങട്ടെ. ഇനി ഒരു ബാഗിൻ്റെ ഷോറൂമിലേക്ക് പോകണമെന്ന് പറയണ്ടേ. അപ്പോൾ അതൊന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതും ഇങ്ങനെ ഒരു ബ്രാൻഡുകളുടെ പേരൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിയണേ. അയറിൻ അവരെ ബ്രാൻഡൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയണേ. നമുക്കാകെ നൈക്ക്, പ്യൂമ, അഡിഡാസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഈ ഗുച്ചിയും ഈ മൈക്കിൾ ഹോൾസൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേൾക്കണേ. പോവാം. അയറിന് അടുത്ത കടയത്ത് ഗസ്സിൽ എത്തിയിട്ടുണ്ട്. ഗസ് ഇവിടെ എന്തോ 50% ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചാടി ഇങ്ങോട്ട് വന്നേക്കാണ്. എല്ലായിടത്തും കയറി കാണൽ മാത്രമേ ഉള്ളൂ, വാങ്ങലൊന്നുമില്ല. ബ്ലാക്ക് ഫ്രൈഡേ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും വാങ്ങലാണ്, നമ്മൾ നോക്കിയ പോലാണ്. എത്രയാണ്? ഇത് വേണോ അതോ മൈക്കിൾ കോഴ്സിന് വാങ്ങണോ? നമുക്കെന്തായാലും 27 തീയതി വന്ന് നോക്കാം. അന്ന് നല്ല ഓഫർ ഉണ്ടാവുമായിരിക്കും. നമ്മുടെ അന്നത്തെ ഓൾമോസ്റ്റ് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മൾ അയറിന് വിശക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈറ്ററി ഫുഡ് കോർട്ടിലേക്ക് പോകണം. ഈ കണ്ടിട്ടാ ഇവിടെ ചെറിയ ചെറിയ ഡെക്കറേഷനൊക്കെ ഉണ്ട്. അവിടെ വലിയൊരു ട്രീ ഉണ്ട്, പക്ഷേ ലൈറ്റ് ഒന്നും ഇട്ടില്ല കേട്ടോ, കാണാൻ പറ്റണ്ട. ഇവിടെ അർബൻ ബിഹേവിയറിൽ പോകണം.
ഇവിടെ കുഞ്ഞ് ട്രീയൊക്കെ ഉണ്ട്. അയറിന് എന്നിട്ട് ദാഹിക്കുന്നുണ്ട്, ഭക്ഷണം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഈറ്ററിയിൽ കയറിയിട്ട് നല്ലൊരു, ഇവിടെ എന്ത് കയറിയാലും ഈ ബർഗറും ഈ പിസ്സയും കുറച്ച് ചൈനീസ് ഫുഡ് മാത്രമേ ഉള്ളൂ. അതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സാധാരണ ഇങ്ങനെ കഴിക്കാറില്ല. അയറിന് എപ്പോഴും താല്പര്യം നാടൻ ഫുഡായ ചമ്മന്തികളാണ്. അച്ചാറ്, ചമ്മന്തി, രൂപിക്ക് അച്ചാറ്, അതൊക്കെയാണ് താല്പര്യം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് കയറിയിട്ട് എന്നിട്ട് കഴിക്കാനുള്ളത് നോക്കട്ടെ. എനിക്ക് പിന്നെ എന്തും പോവും.